ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. വേറെ ഒന്നുമല്ല, HSA മലയാളത്തിൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് സംസാരിക്കാം. എന്താണ് കാറ്റഗറി നമ്പർ 444/2023 എന്ന കാറ്റഗറി നമ്പറിൽ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ, HSA മലയാളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചറാണ്. ഓക്കെ, വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഒഴിവെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഒരൊഴിവും, അതുപോലെ കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ഇത്രയും ജില്ലകളിൽ പ്രതീക്ഷിത ഒഴിവുകളുമാണ് ഉള്ളത്. പിന്നെ കോട്ടയം ജില്ലയിൽ ഒരൊഴിവും. ഇങ്ങനെയാണ് ഗസറ്റിൽ അതിൻ്റെ വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് HSA മലയാളത്തിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ആണെങ്കിൽ തന്നെയും അവിടെ മികച്ച ഒരു സ്കെയില് തന്നെയുണ്ട്. എന്താ, 26,500 ടു 60,700 എന്നുള്ളതാണ് അവിടുത്തെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം ടീച്ചർ എന്ന രീതിയിൽ മാത്രമല്ല, അവിടെ ഒരു പാർട്ട് ടൈം വേക്കൻസി ആണെങ്കിൽ തന്നെയും നമുക്കവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശമ്പള സ്കെയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ എന്താ പറയുക, ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ഒരു വേക്കൻസി തന്നെയാണിത്. മറന്നു പോകരുത്, കാറ്റഗറി നമ്പർ 444/2023. എത്ര ജില്ലയിലുണ്ട്? തിരുവനന്തപുരം ജില്ലയിലും കോട്ടയം ജില്ലയിലും 2 ഒഴിവാണ്. പിന്നെ കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ഇവിടെയെല്ലാം പ്രതീക്ഷിത ഒഴിവുകളുമാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ നിയമന രീതി എന്താ? നേരിട്ടുള്ള നിയമന രീതിയാണ് ഉള്ളത്. അതിൽ പ്രായപരിധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, HSA തസ്തികയ്ക്കൊക്കെ അപേക്ഷിക്കേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സ് വരെയാണ്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും എന്താ, ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവുകളുണ്ടായിരിക്കും. ഓക്കെ, അതായത് 2-1-1983-നും 1-1-2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എന്താ, നിയമാനുസൃതമായ ഇളവുകൾ, വയസ്സിളവ് ലഭിക്കുന്ന ഓരോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും അതുപോലെ മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒക്കെ അതിനുള്ള ഇളവ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ പ്രധാന പ്രത്യേകത, ഇതിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്? മലയാളത്തിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അതുപോലെ തന്നെ മലയാളത്തിൽ BEd ഡിഗ്രി ഉള്ളവർക്കും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ BEd ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ, മലയാളത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ആയിരിക്കണം BEd എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ യോഗ്യതയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, മലയാളത്തിൽ BEd നേടണം. അതുപോലെ തന്നെ ബിരുദം ഉള്ള ആൾക്കാർക്ക് ബിരുദവും BEdും ഉള്ള ആളുകൾക്ക് ഇതിൽ യോഗ്യതയാണ്. അതുപോലെ തന്നെ PG ഉണ്ടെങ്കിൽ അതും ഒരു അധിക യോഗ്യതയായിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കേട്ടറ്റ്, അതായത് മറ്റൊരു യോഗ്യത എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് പാസ്സായിരിക്കണം. നമുക്കറിയാം, കേട്ടറ്റ് കാറ്റഗറി 3 പാസ്സാകാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു യോഗ്യത കൂടി ഉണ്ട്, കേട്ടറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. പിന്നെ നേരിട്ടുള്ള നിയമനമാണ്. അതായത് ഒരു എക്സാം അതുപോലെ ഇൻ്റർവ്യൂ അത് കഴിഞ്ഞിട്ടുള്ള നേരിട്ടുള്ള നിയമനമാണ് ഈ പറഞ്ഞ വേക്കൻസിക്കുള്ളത്. അതുപോലെ തന്നെ പിന്നെ പറയേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ, അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ആദ്യമായിട്ടാണ് ചിലപ്പോൾ BEdും PG കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിയും BEd കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നവർ എന്ത് ചെയ്യണം, വൺ ടൈം പ്രൊഫൈൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം PSCയിൽ. എന്നിട്ട് നിങ്ങളുടെ ആ പ്രൊഫൈൽ വഴിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും അതിൽ അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ആ ഒരു പ്രൊഫൈൽ വഴിയാണ് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വേക്കൻസിയാണ് ഈ പറഞ്ഞ പാർട്ട് ടൈം HSA മലയാളം എന്ന് പറയുന്നത്. ഇതിപ്പോൾ HSA മലയാളത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് മിക്ക ജില്ലകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇങ്ങനൊരു അവസരവും കൂടി വരുമ്പോൾ അവിടെ ഒരുപാട്
പ്രാധാന്യമുള്ള ഒരു ജോലി തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതായത് HSA മലയാളത്തിന് ഇപ്പോൾ അടുത്ത അക്കാഡമിക് ഇയറോ അല്ലെങ്കിൽ അതിന് വരുന്ന അക്കാഡമിക് ഇയറോ ഒക്കെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ മലയാള അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. പാർട്ട് ടൈം വേക്കൻസി ആണെങ്കിൽ തന്നെയും മികച്ച ഒരു ശമ്പള സ്കെയിൽ തന്നെയാണുള്ളത്. ഓക്കെ, അപ്പോൾ PSCയുടെ ഇത്തരം വിജ്ഞാപനങ്ങളൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള വിജ്ഞാപനങ്ങളാണ്. അത് ഗസ്റ്റ് വേക്കൻസി ആയിട്ട് പല സ്കൂളുകളിലും വിളിക്കുന്നത് നമ്മൾ പത്രത്തിലൂടെ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ ഇതേപോലെ പാർട്ട് ടൈം ആയാലും അതുപോലെ മറ്റൊന്ന് വിളിക്കാൻ സാധ്യതയുള്ള NCA വിജ്ഞാപനമാണ്. അപ്പോൾ ആ NCA വിജ്ഞാപനത്തിനും നമ്മൾ വളരെയധികം താല്പര്യത്തോടെ കാത്തിരിക്കേണ്ടതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഈ 444/2023 എന്ന കാറ്റഗറി നമ്പർ മറന്നു പോകരുത്. പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയ്ക്കുള്ള ഒരു വേക്കൻസി വിളിച്ചിട്ടുള്ള കാറ്റഗറി നമ്പറാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അതായത് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 29, ഈ മാസം 29 ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് മാത്രം ഇരുന്നാൽ മതിയോ? പോരാ. നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകണം അല്ലേ? അപ്പോൾ ഈ കഴിഞ്ഞ HSA മലയാളത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നിലവിൽ വന്നത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. CCയുടെ ഏറ്റവും മികച്ച വിജയങ്ങൾ തന്നെയാണ് നേടിയിട്ടുള്ളതെന്ന് അഭിമാനപൂർവ്വം തന്നെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്. കാരണം ഓരോ ജില്ലയിലെയും HSA മലയാളത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും അതിൽ മികച്ച വിജയം, അതായത് മുൻനിരയിൽ തന്നെ 4ാം റാങ്കും അതുപോലെ 7ാം റാങ്കും 11ാം റാങ്കും ഒക്കെ നേടി HSA മലയാളത്തിൻ്റെ അഭിമാനാർഹമായ നേട്ടം തന്നിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഈ വിജയം ഇനി തുടരുവാൻ വേണ്ടിയിട്ട് നിങ്ങളും ധൈര്യമായിട്ട് CCയോടൊപ്പം ജോയിൻ ചെയ്യുക. ഈ 444/2023 എന്ന ഈ ഒരു കാറ്റഗറി നമ്പർ അനുസരിച്ചിട്ടുള്ള പാർട്ട് ടൈം ഹൈസ്കൂൾ മലയാളം ടീച്ചർ തസ്തികയ്ക്കുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് മറന്നു പോകരുത്. 8589083568 എന്ന നമ്പർ ഓർത്ത് വയ്ക്കുക, അത് വിളിക്കുക, കൂടെ ഡീറ്റെയിൽസ് അറിയുക. ഓക്കെ, ഈ ഒരു ജോലി എന്ന് പറയുന്നത് നമുക്കറിയാം, HSA ഒരു ജോലി പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും നമ്മുടെ ഒരു ഗവൺമെൻറ് സർവീസിൽ എത്തുക എന്നുള്ള ഏതൊരാളുടെയും സ്വപ്നമാണ്. അപ്പോൾ PGയും BEഡും അതുപോലെ ഡിഗ്രിയും BEഡും കഴിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഈ മലയാളം അധ്യാപകരാകുക, മലയാളം PGയും മലയാളം BEഡും കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ മലയാളം ഡിഗ്രിയും മലയാളം BEഡും കഴിഞ്ഞവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ഒരു ജോലി തന്നെയാണിത്. അപ്പോൾ മറന്നു പോകാതെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.